കീം 2025 പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് 2025 മാർക്ക് ഡാറ്റ സബ്മിറ്റഡ് ബൈ കാൻഡിഡേറ്റ്സ് പബ്ലിഷ്ഡ് ഫോർ വെരിഫിക്കേഷൻ. സോ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത മാർക്ക് ഡാറ്റയുടെ വെരിഫിക്കേഷൻ്റെ ടൈം ആയിട്ടുണ്ട്. സോ +2 മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ടൈം 4/6/2025 6 PM വരെ ആയിരുന്നു. സോ കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.c.kerala.gov.in നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ +2 മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ എന്തെങ്കിലും കറക്ഷൻ നിങ്ങളോട് അറിയാതെ മാറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ഒരു കറക്റ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ. അതായത് 10/6/2025 6 PM വരെയാണ് നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ ടൈം. സോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.c.kerala.gov.in എന്ന വെബ്സൈറ്റ് പോയിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ദ മെനു +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് വെരിഫൈ ആവുന്നതാണ്. സോ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് ക്യാൻ വെരിഫൈ ദർ ബോർഡ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ ദ സെക്കൻഡ് ഇയർ ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, ദി മാക്സിമം മാർക്ക് ആൻഡ് ഇയർ ഓഫ് പാസിങ് എൻഷുർ ഇറ്റ്സ് കറക്റ്റ്നെസ്. സോ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇനി നിങ്ങളുടെ ചെയ്തൊക്കെ കറക്റ്റാണ്, ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ ക്ലിക്ക് ഓൺ നോ ചേഞ്ച് ബട്ടൺ അഗെയിൻസ്റ്റ് ഈച്ച് ഐറ്റം ആൻഡ് ഫൈനലി ക്ലിക്ക് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. സോ ആദ്യം കറക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നോ ചേഞ്ച് കൊടുത്തിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈഡ് ദ ഫൗണ്ട് മിസ് മാച്ച്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മിസ് മാച്ച് ഉണ്ടെന്ന് ഉള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കറക്ഷൻ ഉള്ളത് അതൊരു സിംഗിൾ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ എൻ്റർ ചെയ്തത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തത് തെറ്റായി പോയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ have not uploaded all the required mark list or who have uploaded defective mark list will not be able to view or verify submitted marks. സോ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത മാർക്ക് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുട്ടികളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലോഡ് ഓൾ ദ റിക്വയർഡ് മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ മുഴുവൻ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഓരോന്നും അപ്ലോഡ് ചെയ്യാൻ കുറേ PDF വേണ്ട. സോ അത് ആവശ്യമില്ല, സിംഗിൾ PDF ആക്കിയിട്ട്, അതായത് എല്ലാം കൂടെ ഒരു PDF-ലാക്കിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ കറക്ഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 10/6/2025 6 PM വരെയാണ്. അതിൻ്റെ മുന്നേ സബ്മിറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്ക് ഡാറ്റ നിങ്ങളുടെ സബ്മിറ്റഡ് ബൈ കാൻഡിഡേറ്റ്സ് വിൽ ബി സബ്ജക്റ്റഡ് ടു വെരിഫിക്കേഷൻ ബൈ ദ കോളേജ് അതോറിറ്റീസ്. സോ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജായിരിക്കും ഇതൊക്കെ വെരിഫൈ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം കോളേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അഡ്മിഷനെ ബാധിക്കും. സോ ഡു ഇറ്റ് ബിഫോർ 10/6/2025 6 PM. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ നോക്കുക, എല്ലാവരും ചെക്ക് ചെയ്യുക, ഈവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെക്ക് ചെയ്യുക. താങ്ക് യു.